വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് PRS0 എന്ന് പറയുന്ന കംപ്ലൈന്റ് വന്നാൽ ചാർജിങ് സ്ട്രിപ്പ് മാറ്റാതെ എങ്ങനെ ചെയ്യാമെന്ന കാര്യം പറയാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ അതാണ് കവർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 300 താഴെയുള്ള ഹീറ്റ് സ്ട്രിപ്പിൽ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ കമ്പോണന്റ്. ഈ കമ്പോണന്റ് അധികം കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവർ ഹീറ്റ് ആവരുത്. അതേപോലെ തന്നെ ഇതിന്റെ അപ്പുറത്തുള്ള കമ്പോണൻസ് ഒന്നും അയൺമ ടച്ച് ആക്കുകയും ചെയ്യരുത്. ചില മോഡലുകളിൽ ഇതിന്റെ ബാക്കിൽ കമ്പോണൻസോ കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. 2 മാർക്കുകൾ കാണാൻ പറ്റും നമുക്ക്. അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഈ ഒരു പൊസിഷനിലുണ്ട് മാർക്ക്, അതേപോലെ ഇവിടെ ഉണ്ട് ഒരു ഗോൾഡൻ കളർ കണ്ടോ, ICD ഒക്കെ ഡോട്ട് വരുന്ന പോലെ. ആ മാർക്ക് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, മെല്ലെ എടുക്കുക. ഇതിന്റെ ഉപയോഗം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഈ അയൺ ഉപയോഗിച്ചിട്ട് തന്നെ മെല്ലെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഈ മെത്തേഡ് തന്നെ നമുക്കത് തിരിച്ചും വെക്കാൻ പറ്റും. ഞാൻ ഇതേ ബോർഡ് മെത്തേഡ് റീപ്ലേസ് ചെയ്യാണ്. ഇതിന്റെ മെത്തേഡ് മാത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. കാരണം നനഞ്ഞതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ തന്നെ തിരിച്ചു വെച്ചാൽ മതിയാവും. കൂടുതൽ ഇത് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ടായാല് വെള്ളം നനയുന്ന സമയത്തൊക്കെയാണ്. എടുത്തിട്ട് കൊറോഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് കറക്റ്റ് റീഫിക്സ് ചെയ്താലും മതി. വേറൊരു സ്ട്രിപ്പ് ഒന്ന് എടുത്തിട്ട് റീപ്ലേസ് ചെയ്താലും മതി. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, PRS0 കാണുന്ന 80% കേസുകളും ഈ ഒരു കമ്പോണന്റ് കാരണം കൊണ്ടാണ് കംപ്ലൈന്റ് ആവാറുള്ളത്. പക്ഷെ എല്ലാ സമയത്തും ഇത് തന്നെയാണ് എന്ന് പ്രതീക്ഷിക്കരുത്. അത് കൺഫേം ആകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് CC ഒന്ന് മാറ്റി വെക്കാൻ മതി. കാരണം ഇതിന്റെ കണക്ഷൻസ് ബോർഡിൽ പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ റീസ്റ്റാർട്ട് ഇഷ്യൂ വരും. ഇതിൽ ഫിക്സ് ആയിട്ടുണ്ട്. അയൺ അല്ലാണ്ട് ബ്ലോവർ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇരുന്നിട്ടുണ്ടോ എന്ന് കറക്റ്റ് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റീസ്റ്റാർട്ട് കംപ്ലൈന്റ് വരുന്നത് ബുദ്ധിമുട്ടുള്ളത് ഫൈൻഡ് ചെയ്യാൻ ഏതാണെന്നുള്ളത് മെസ്സേജിലോ കമന്റിലോ അറിയിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇറ്റ്സ് മീ ഫ്രം ന്യൂടെക്.